സംസ്ഥാനത്തുണ്ടാകുന്ന വലിയ അപകടങ്ങൾ അന്വേഷിക്കാൻ വിദഗ്ധ സമിതി വരും. മുൻകരുതൽ എന്ന നിലയ്ക്ക് പോസ്റ്റ് ആക്സിഡന്റ് കമ്മിറ്റി എന്ന പേരിലാണ് സമിതി രൂപീകരിക്കുക. MVD, പോലീസ്, PWD, KSEB എന്നിവയുടെ പ്രതിനിധികൾ സമിതിയിൽ അംഗങ്ങളാകും. തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഭാഗമാകും. റോഡിന് പ്രശ്നങ്ങളുണ്ടോ എന്ന് PWD ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ഈ വാർത്തയും വിശദാംശങ്ങളും ഹരിമോഹൻ തന്നെയാണ് നൽകുന്നത്. ഹരി, ഇപ്പോൾ റോഡ് അപകടങ്ങൾ അന്വേഷിക്കാൻ, അത് ഏത് തരത്തിലുള്ള റോഡ് അപകടങ്ങൾ അന്വേഷിക്കാനാണ് ഈ സമിതി ഉണ്ടാവുക? എല്ലാ അപകടങ്ങളും സമിതി അന്വേഷിക്കുക എന്നുള്ളത് പ്രായോഗികമല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണത് മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, നിലവിൽ ഇതിനോടകം തന്നെ ഒരു ഉത്തരവ് സർക്കാരിലുണ്ട്. അതായത് പോലീസുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാണ് ഉള്ളത്. അതായത് അപകടാനന്തര അന്വേഷണ സമിതി എന്നുള്ളതാണ്, അല്ലെങ്കിൽ പോസ്റ്റ് ആക്സിഡന്റ് കമ്മിറ്റി എന്നാണ് അതിന് പറയുന്നത്. അതായത് പക്ഷെ ആ ഉത്തരവ് പ്രകാരം പോലീസിന്റെ ഒരു അന്വേഷണം എന്നുള്ള നിലയ്ക്കാണ്. പക്ഷെ അതിനെ കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് എല്ലാ വകുപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ആക്സിഡന്റ് കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഗതാഗത മന്ത്രി CP ജോൺ നൽകിയിരിക്കുന്നത്. അതുപ്രകാരം വലിയ അപകടങ്ങൾ, അതായത് മരണങ്ങൾ കൂടുതലായി സംഭവിക്കുന്ന അപകടങ്ങൾ, അല്ലെങ്കിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന അപകടങ്ങൾ, അത്തരത്തിൽ ഗൗരവ സ്വഭാവത്തിലുള്ള അപകടങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ് ഈ കമ്മിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എല്ലാ വകുപ്പുകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഉണ്ടാകും. അതായത് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രതിനിധികൾ ഉണ്ടാകും, പോലീസിന്റെ പ്രതിനിധികൾ ഉണ്ടാകും, ഒപ്പം PWD വകുപ്പ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് റോഡിന്റെ കിടപ്പ് വശം എങ്ങനെയാണ്, അല്ലെങ്കിൽ റോഡിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടോ, അതിന്റെ കർവ് അടക്കമുള്ള കാര്യങ്ങൾ ഈ അപകടത്തിന് കാരണമായിട്ടുണ്ടോ തുടങ്ങിയവയാണ് PWD പരിശോധിക്കുക. ഒപ്പം തന്നെ KSEB രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ലൈറ്റിംഗ് അടക്കമുള്ളവയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പങ്ക് അതിനകത്തുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാനാണ് KSEBയുടെ പ്രതിനിധികൾ പങ്കെടുക്കുക. കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ കൂടി അതിനകത്ത് ഭാഗവാക്കാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. അപ്പോൾ എല്ലാ തരത്തിലുള്ള പ്രതിനിധികളും, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള വകുപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികളും ഈ സമിതിയുടെ അംഗങ്ങളാകും എന്നുള്ളതാണ്. അതിൽ വലിയ അപകടങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അതിന്റെ റിപ്പോർട്ട്, അതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ ഓരോ അപകടം കഴിയുമ്പോഴും ഈ അപകടം ഉണ്ടാകുന്നത്, അടുത്ത അപകടം തടയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. അതായത് ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് അടുത്ത അപകടം തടഞ്ഞു നിർത്തിക്കൊണ്ട് അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ഒരു കർമ്മപരിപാടി കൂടിയാണ് അതിനകത്ത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. നിലവിൽ അത്തരത്തിൽ ഉള്ള ഒരു അപകടാനന്തര അന്വേഷണ സമിതിയൊന്നും നിലവിൽ പ്രായോഗികമായിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ഉത്തരവ് പോലീസിന്റേതായി നിലനിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒരു FIR ഇട്ടൊരു അന്വേഷണം എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു വിദഗ്ധ സമിതി എന്നുള്ള നിലയ്ക്ക് ഇത് രൂപീകരിച്ചുകൊണ്ട് പ്രധാനമായിട്ടും ഈ അന്വേഷണം നടത്തുക എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ ഉണ്ടായ അപകടമടക്കം ഈ അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ തന്നെ ഈ വിദഗ്ധ സമിതിയുടെ പരിഗണനയ്ക്ക് വരും എന്നുള്ളതാണ് പ്രധാന കാര്യം. അത് അടിയന്തര സ്വഭാവത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് അതാത് വകുപ്പ് സെക്രട്ടറിമാർക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. അതായത് ഇപ്പോൾ PWDയിലെ ഉദ്യോഗസ്ഥർ ഇതിന്റെ ഭാഗമാകുമ്പോൾ അവർ അതാത് ആ വകുപ്പിന്റെ സെക്രട്ടറിക്ക് നൽകും, MVDക്ക് ആ വകുപ്പിന്റെ സെക്രട്ടറിക്ക് നൽകും. അങ്ങനെ ഓരോ സെക്രട്ടറിമാർക്ക് നൽകുന്ന റിപ്പോർട്ടുകളും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു ഈ നടപ്പിലാക്കലിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇന്നലെ ഗതാഗത വകുപ്പിന്റെ യോഗത്തിൽ എടുത്തിരിക്കുന്നത്. സ്മൃതി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.